ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാവിലെ മാർക്കറ്റിലൊന്ന് പോയേ. പച്ചക്കറിയൊക്കെ തീർമ്പി അങ്ങനെ പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങാനായിട്ട് പോയതിലാണ് രാവിലെ. മീനാണെങ്കിൽ അടുക്കാൻ പറ്റാത്ത വിലയായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ കൊഴിയാള മീനാണേ വാങ്ങിയത്. മീനിന്റെ മണം കിട്ടിയപ്പോഴേ നമ്മുടെ കറമ്മിപ്പൂച്ചത്തെ അടുക്കളയിൽ ഹാജരായിട്ടുണ്ട്. ഭയങ്കര ബഹളം കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി മീനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. മീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് സവാള അരച്ച മീൻകറിയാണ് ഉണ്ടാക്കേണ്ടത്. സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് നിന്ന് അത് മസാലയെല്ലാം ഇടയ്ക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി തേങ്ങ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു 5-6 മിനിറ്റ് വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാൻ. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ചട്ടിയിലേക്ക് മീനിൻ്റെ അരപ്പൊഴിച്ച് അത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ചിടുമ്പോഴത്തേക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മുരിങ്ങക്കായും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്ക മീനിലിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റിൽ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളിയും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില തൂവി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. ഇതുവരെ ഈ സവാള അരച്ച മീൻകറി വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.